ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കിട്ടേണ്ടത് മുഴുവൻ രേവതിയുടെ വായിൽ നിന്ന് വയറ് നിറച്ച് കിട്ടി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുകയാണ്, കിട്ടിയല്ലോ, സമാധാനമായല്ലോ, കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയില്ലേ, ഇനിയെങ്കിലും പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, ആൻറ്റി വിശന്ന് വല്ലാതെ ആയി കാണുമല്ലേ, ഭക്ഷണം കഴിക്കുക. അതൊന്നും കുഴപ്പമില്ലെന്നേ, എനിക്ക് വിശപ്പും ദാഹം ഒന്നുമില്ല. എൻ്റെ കൊച്ചിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവുമോ രേവതി എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ ശ്രുതി വന്നായിരുന്നോ? ശ്രുതിയോ? അതാരാ ശ്രുതി എന്നിങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ ഈ ആൻറ്റി ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ല, ആൻറ്റിയെ കണ്ടെന്നാണല്ലോ പറഞ്ഞത്, കുറച്ചുമ്പോൾ വന്നില്ലേ കെറ്റിലുമായിട്ട്? മനസ്സിലായി, ശ്രുതിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് പേര് പറഞ്ഞപ്പോഴേ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ആരാന്ന് ചോദിച്ചത്. വന്നായിരുന്നു, കെറ്റിലായിട്ടാണ് വന്നത്. അതെ, ചേട്ടൻ്റെ ഭാര്യയാണ്. ആണല്ലേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദ്യമോന് ബോധം വീഴുന്നത്. അപ്പോൾ ആദ്യമോനാണെങ്കിൽ അമ്മമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുക. അപ്പോൾ ഇത് ഇടഞ്ഞപ്പോഴേക്കും ആദ്യമോനെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷം. ആദ്യമോന് സംസാരിക്കാനായിട്ട് പറ്റിയല്ലോ, ആദ്യമോന് ബോധം വീണല്ലോ, അതൊക്കെ ആലോചിച്ചിട്ട് ഇവർക്ക് വളരെയേറെ സന്തോഷം തോന്നി. ആദ്യമോനെ ദേ അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മമ്മേ, എനിക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ അമ്മമ്മേ, ഞാൻ എവിടെയാ അമ്മമ്മേ, എനിക്കെന്തൊന്നും കാണാനായിട്ട് പറ്റാത്തത്? അതെ, ഡോക്ടർ അങ്കിളെ മോൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ചിരിക്കുക. കുറച്ചേക്കും കഴിയുമ്പോഴത്തേക്കും ആ കെട്ടെല്ലാം അഴിച്ചു മാറ്റും കേട്ടോ, അപ്പോഴേക്കും മോനെല്ലാം കാണാമല്ലോ എന്നെ സംസാരിക്കുക. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ആദ്യമോൻ എന്തിനാ പേടിക്കുന്നത്, ഞങ്ങളെല്ലാവരും ആദ്യമോൻ്റെ കൂടെ തന്നെ ഇല്ലേ? രേവതി ആൻറ്റി ഉണ്ടോ? അത് കൊള്ളാലോ, എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആദ്യമോന് മനസ്സിലായല്ലേ. ദേ ആൻറ്റിക്ക് വളരെയേറെ സന്തോഷമായിട്ടോ. രേവതി ആൻറ്റി, സച്ചി അങ്കിളും കൂടെയുണ്ടോ രേവതി ആൻറ്റി? അപ്പം സച്ചി, ഞാനും ഉണ്ടല്ലേ ആദ്യമോനെ. മോന് സന്തോഷമായില്ലേ? സന്തോഷമായി. നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? ഞങ്ങളെല്ലാവരും ആദ്യമോനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ഡോക്ടർ ഈ സച്ചി ചോദിക്കുകയാണ്, ആൻറ്റി ഡോക്ടറെ കണ്ടായിരുന്നോ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടറെ കണ്ടില്ല, ഡോക്ടർ ഇപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ നേരെ റൂമിലേക്ക് വരിക. റൂമിലേക്ക് വന്നിട്ട് ആദ്യമോനോട് ചോദിക്കണം, ആദ്യമോൻ എണീറ്റൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ആദ്യമോനിപ്പോൾ വേദനിക്കുന്നുണ്ടോ കണ്ണ്? ഇല്ല ഡോക്ടർ അങ്കിളെ, എനിക്ക് കണ്ണൊന്നും വേദനിക്കുന്നില്ല. കൊള്ളാലോ, മിടുക്കനാണ് കേട്ടോ. എന്തിനാ ആദ്യമോൻ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത്? ഇല്ല, ആദ്യമോൻ വണ്ടിയുടെ മുന്നിലേക്ക് ഒന്നും ചാടിയില്ല. ആദ്യമോനെ ബോൾ എടുക്കാൻ വേണ്ടി പോയതാ, അപ്പോഴാ വണ്ടി വന്നത്. അല്ലാതെ ആദ്യമോൻ വണ്ടിയുടെ മുന്നിലേക്ക് ഒന്നും ചാടില്ല എന്ന് ഈ കൊച്ചിങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറയുക. അപ്പോൾ ഡോക്ടർ അങ്കിൾ പറയാണ്, അതെ, ഇനി മോന് വീട്ടിൽ പോകാം കേട്ടോ, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് എന്നിങ്ങനെ ആൻറ്റിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തല്ലേ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ കണ്ണിലെ കെട്ടൊന്ന് അഴിക്കാനായിട്ട് വരണം കേട്ടോ, അത് താമസിക്കരുതേ. ശരി ഡോക്ടറെ. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോവുക. ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ആൻറ്റി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതായാലും കല്യാണിയോട് വിളിച്ച് പറയാം ഡിസ്ചാർജ് ആയെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ ആൻറ്റി എന്തിങ്ങനെ ആലോചിക്കുന്നത്? എനിക്ക് ഒരു അത്യാവശ്യ കോള് ചെയ്യാനുണ്ട്, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ആൻറ്റി പോയി ഫോൺ ചെയ്യും, ഞങ്ങൾ ആദ്യമോൻ്റെ അടുത്തുണ്ടല്ലോ, ആദ്യമോനെ ഞങ്ങൾ നോക്കിയോളാം. അപ്പോൾ സച്ചി ആണെങ്കിൽ ബില്ലടക്കാൻ വേണ്ടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതിയെ ടെൻഷനായി, എന്താ വിളിച്ചത് അമ്മ എന്ന് ചോദിക്കുക. മോളെ ഡിസ്ചാർജായി, പിന്നെ കണ്ണിലേക്കിട്ട് അഴിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസം കഴിയുമ്പോഴേക്കും വന്ന് കെട്ടഴിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ നാട്ടിലേക്ക് പൊയ്ക്കോട്ടെ മോളെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അമ്മ നാട്ടിലേക്ക് പോകണ്ട, നാട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അങ്ങോട്ട് ഒഴിവാക്കിയത് അമ്മേ, അതായിരിക്കും നല്ലത്. നിങ്ങൾ ഇപ്പോൾ എങ്ങും പോവണ്ട, 2 ദിവസം ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുക, അവിടുത്തെ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയുകയാണ്. മോളെ അത് വേണോ? ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങളെന്ത് പറഞ്ഞനുസരിക്കാത്തത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കമ്മേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഏതായാലും
നിങ്ങൾ 2 ദിവസം അവിടെ തന്നെ നിൽക്കുക. അമ്മ പിന്നെ സച്ചിയും രേവതിയും പോയോ? ഇല്ല, അവർ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് കൂടെ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ വെക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ആൻറ്റി ഇത് ആരോടെ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഒരു അത്യാവശ്യ കോളായിരുന്നു. പിന്നെ ബില്ലടക്കാനായിട്ട് പോകണം. ബില്ലടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബില്ലൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്. മോനടച്ചോ? അതെ അതെ പോകണ്ടേ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരുന്നു. കാരണം സച്ചിൻ്റെ അവധിയാണെങ്കിൽ പോകുന്നുമില്ല. അങ്ങനെ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ആൻറ്റി പറയുകയാണ്, അതെ നിങ്ങൾ പോയിക്കോ, 2 ദിവസം ഞങ്ങളിവിടെ കഴിഞ്ഞോളാം. ഏതായാലും ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ല. നാട്ടിലേക്ക് പോയാൽ ശരിയാവില്ലല്ലോ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിനായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. ഇത് കേട്ട രേവതിയാണെങ്കിൽ, അയ്യോ ആൻറ്റി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണ് ആൻറ്റി? ഇനി 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ തന്നെ കഴിയാനോ എന്തോരം പൈസയാവുമെന്ന് അറിയാവോ? ഡിസ്ചാർജ് തന്നല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ കഴിയേണ്ട യാതൊരു കാര്യമില്ല. സച്ചിയും പറയണം, അതെ ഇവിടെ കഴിയേണ്ട യാതൊരു കാര്യമില്ല എന്ന്. എങ്കിലും ഒരു കാര്യം ചെയ്യാം മോനെ, ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം. റൂം എടുത്ത് പൈസ കളയണം ആൻറ്റി. ആൻറ്റിയുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാത്ത സമയമല്ലേ, അതുകൊണ്ട് റൂമൊന്നും എടുക്കണ്ട. ആൻറ്റി മോനും കൂടി എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയുടെ അമ്മ ആകെ ഞെട്ടിപ്പോയി. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെ ഞങ്ങളുടെ വീട്ടിലേക്ക്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാനുള്ളതല്ലേ. ഞങ്ങളുടെ വീട്ടിലാവുമ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ഈസി ആയിരിക്കും. ആൻറ്റിക്കാണെങ്കിൽ വേറെ പുറത്ത് റൂം എടുക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, മോനെ അത് ശരിയാവില്ല മോനെ, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല ആൻറ്റി. ആൻറ്റി എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മാത്രം മതി. അതല്ല സച്ചിയുടെ കുടുംബം ഒരു കൂട്ടുകുടുംബമാണല്ലോ, ഒരു വലിയ കുടുംബം. ഇവിടെ ഒത്തിരി പേരില്ലേ. അതിൻ്റെ ഇടയിലേക്ക് ഞങ്ങളും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതിനെന്താ കുഴപ്പം? നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അവിടെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാം. പിന്നെ ഞങ്ങളെല്ലാവരും ആദിമോൻ്റെ ഒപ്പം ഇല്ലേ, അപ്പം ആദിമോനും അത് വളരെയേറെ സന്തോഷം തരുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ആൻറ്റി ഞങ്ങളോടൊപ്പം വരുന്നു, അവിടെ ആരും ഒരു തടസ്സവും പറയില്ല എന്നവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദിയോട് ചോദിക്കുകയാണ്, ആദിമോനെ സച്ചിയങ്കളുടെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാൻ വരുന്നു, കണ്ടോ കൊച്ചിന് വരെ സന്തോഷമാണ് ആൻറ്റി എന്ന് പറയാം. അങ്ങനെ അവരെ ഈ സച്ചിയും രേവതിയും കൂടി നിർബന്ധിച്ച് ലാസ്റ്റ് സച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവിടെ ഡിസ്ചാർജ് മേടിച്ച് ഇറങ്ങുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ റൂമിലിരുന്ന് അമ്മയെ വിളിക്കാനായിട്ട് നോക്കിയാൽ പക്ഷെ അമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ദൈവം, ഇതെന്താ അമ്മ ഫോൺ എടുക്കാത്തത്? ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് ആയി പോയെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? താകെ ടെൻഷനായല്ലോ. ആദ്യമോനെയും കൊണ്ട് ഇനി നാട്ടിലേക്ക് വല്ലതും പോയിട്ടുണ്ടാവുമോ? അമ്മ എന്താ ഫോൺ എടുക്കാത്തൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞാണല്ലോ നാട്ടിലേക്ക് പോകണ്ടായെന്ന്. പിന്നെ എന്തിനാ അമ്മ പോയത് എന്നിങ്ങനെ ആദ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് റൂമിലേക്ക് കയറി വരുന്നത്. ശ്രുതി ഇവിടെ നിൽക്കുകയായിരുന്നോ? ശ്രുതി ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശപ്പൊന്നുമില്ല. ശ്രുതി പോയിക്കോ, ശ്രുതി പോയി കഴിച്ചോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നമുക്ക് 2 പേർക്ക് ഒരുമിച്ചിന്ന് കഴിക്കാം. വാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്. ശ്രുതി കൈന്ന് വിട്, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വേണ്ട എന്ന്, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എൻ്റെ കൈ പിടിച്ചിങ്ങനെ വലിക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ശ്രുതി എന്തു പറ്റി? നിനക്ക് സുഖമില്ലേ? നിന്റെ സ്വഭാവത്തിലാകെ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലേക്ക് തൊട്ട് നോക്കണം. ഒന്ന് മാറ്റ്, എനിക്കൊരു കുഴപ്പമില്ല, എന്നൊന്ന് വെറുതെ വിട്. ശ്രുതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുതൽ ശ്രുതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു മാറ്റം. മാറ്റോ? എന്ത് മാറ്റം? എനിക്കൊരു മാറ്റമില്ല ശ്രുതി, അതൊക്കെ ശ്രുതിയുടെ വെറും തോന്നലാണ്. എനിക്കങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്ക് തോന്നിയെന്നല്ല. ഇപ്പം എന്താ ശ്രുതിയുടെ പ്രശ്നം? ഞാൻ ശ്രുതിയോടൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം, അതല്ലേ വേണ്ടത്? ശരി ശ്രുതി പോ താഴേക്ക്, ഞാൻ കഴിക്കാൻ വരാന്നേ, ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. അപ്പം ചന്ദ്രയാണെങ്കിൽ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് രവിയെ വിളിച്ചിട്ട്, വാ രവിയേട്ടാ വാ ഭക്ഷണം കഴിക്കാം, എനിക്ക് പിന്നെ മതി. അതെന്താ രവിയേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് രവിയേട്ടന് അത് വേണ്ടാന്ന് പറയുന്നോ? അത് ശരിയാവില്ല, ഇങ്ങോട്ട് വന്നേ ഭക്ഷണം കഴിച്ചിട്ടേ. അപ്പോഴേക്കും വരുന്നു ശ്രീകാന്തും വർഷയും കൂടി. അമ്മ എന്തിനാ എന്തിനാ ഞങ്ങളിപ്പോൾ വിളിച്ചു വരുത്തിയത്?
ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കില്ലായിരുന്നോ? പിന്നെ എന്തിനാ അമ്മ വിളിച്ചു വരുത്തിയത്? എടാ മക്കളെ, നിങ്ങൾക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടിയാണ് രേവതി അങ്ങനെയൊക്കെ ചെയ്തത്. അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ നടിച്ചു കിടന്നത്. അവൾ ഉണ്ടാക്കി തന്നില്ലല്ലോ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചാൽ മതി. അമ്മ എന്തിനാ രേവതി എടുത്തിയെ കുറ്റപ്പെടുത്തുന്നത്? രേവതി എടുത്തേക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ? പിന്നെ അസുഖം അതൊക്കെ അവളുടെ വെറും നമ്പറാണ്. അപ്പോൾ പരിശോധിക്കുകയാണ്, രേവതി എടുത്തേക്ക് ഇപ്പം എങ്ങനെയുണ്ട്? സുഖമായോ? അപ്പോൾ രവിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. രേവതി ആ നല്ല പനി ഉണ്ടായിരുന്നു. അയ്യോ പാവം. പിന്നെ ഹോസ്പിറ്റല് ഇത്ര നേരമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ഇനി ഹോസ്പിറ്റലാണോ വല്ല പാർക്കിലും വല്ല കറങ്ങാൻ വേണ്ടി പോയതാണോ? അതൊക്കെ അവളുടെ വെറും നമ്പറാണെന്നേ. ഇവിടെ ജോലി ചെയ്യാതിരിക്കാനുള്ള വെറും നമ്പർ മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ഇങ്ങനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ദേ വരുന്നു, രേവതി വരികയാണ്. അപ്പം രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും കലി വരികയാണ്. ദേ വന്നിരിക്കുന്നു, ചുറ്റിക്കറങ്ങി നടന്നിട്ട്. പനിയുള്ളവളല്ലേ ഇത്ര നേരം നടക്കുന്നത്? നിങ്ങളേക്കല്ലേ വിശ്വസിക്കുള്ളൂ? ഇവളിവിടെ ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ പോയതാണ്. അപ്പോൾ ശ്രുതിയും കൂടി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ശ്രുതി രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവള് വന്നല്ലോ, ഇവള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലേ, ഇവളോടൊന്ന് ചോദിച്ചാലോ? അമ്മയും അതേപോലെ തന്നെ ആദ്യമോനും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോയോ? എങ്ങോട്ടാണ് പോയെന്ന് എങ്ങനെ ഇപ്പം ചോദിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി കൊച്ചിനായിട്ട് വരികയാണ്. അതേപോലെ തന്നെ ആ അമ്മയും വരികയാണ്, ശ്രുതിയുടെ അമ്മ. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഇതാരാണ് ഈ വന്നിരിക്കുന്നത്? ആര് ഈ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചു അവരിതേ വന്നിരിക്കുകയാണ്. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ നടുങ്ങി വരച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഈ രേവതി എന്തിനാണ് അമ്മനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇനി എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കോ ഇവൾ അമ്മയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് പേടിച്ച് കിറുങ്ങി വിറച്ചിരിക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ഇവരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ ഇവരെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തു. ആ സമയത്ത് പോകാനൊരിടവുണ്ടായില്ല. ഞാനാ പറഞ്ഞത് ഇങ്ങോട്ട് വരാനായിട്ട്. നിന്നോട് ആരും പറയണം ഇങ്ങോട്ട് വരാനായിട്ട്? പറയാൻ കണ്ടവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുകയാണോ ഇവിടുത്തെ ജോലി എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്കും ആകെ ടെൻഷൻ ഉണ്ട്. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലിയാ വന്നത്. അമ്മ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, അതെ ഇവരെ ഡിസ്ചാർജ് ചെയ്തു, 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഞാനാ സമ്മതിക്കാതിരുന്നത്. എന്തിനാ? 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരണം, നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരമാണ്, അപ്പോൾ ഈ വീട് കഴിയാമെന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പോൾ എന്താണ് ഇത്ര തെറ്റ്? അപ്പോൾ നമ്മുടെ രവി ചോദിക്കണം, മോനെ കൊച്ചിന് എന്ത് പറ്റി? കൊച്ചിൻ്റെ കണ്ണൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഒരു വണ്ടറടയിലേക്ക് എടുത്ത് ചാടിയതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. മോനെ കണ്ണിലെന്തെങ്കിലും സംഭവിച്ചോ? എവിടെയാണ് മുറിവ് എന്ന് ചോദിച്ചപ്പോഴേക്കും കൺപോളയ്ക്കും പിരികത്തിൻ്റെ നടുക്കായിട്ടൊക്കെയാണ്. ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ചു വരണം, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അവരെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കാലി വരികയാണ്. നിന്നോട് ആരോട് ചോദിച്ചിട്ടാടാ നീ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? കണ്ടവരെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി എന്നിട്ട് സത്രോ അല്ലെങ്കിൽ ഹോട്ടലോ ലോഡ്ജോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇതേ എൻ്റെ വീടാണ്. ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് കലി വന്നിട്ട്, നിൻ്റെ വീടാണെങ്കിലേ നീ തലയിലെടുത്ത് കമത്തി വെക്കടി. ചന്ദ്രേ ഒന്ന് മിണ്ടാതിരിക്കാമോ നീ ഒന്ന് എന്ന് ചോദിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയാണെങ്കിൽ, അല്ല ഞാനിങ്ങോട്ട് വരണില്ല എന്ന് പറഞ്ഞതാ, ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും താമസിച്ചോളാമെന്നും പറഞ്ഞതാ, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ, രേവതിയും സച്ചിയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുക, ഞങ്ങൾ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചോളാം എന്നിങ്ങനെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുക, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ താമസിക്കാൻ വേണ്ടിയാ, അല്ലാണ്ട് ഇറങ്ങി പോകാനല്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും കലി വന്നിട്ട്, ആഹാ ഇവരിവിടെ താമസിപ്പിക്കാനായിട്ട് നിനക്കെന്താണ് അധികം? ഇതെൻ്റെ വീടാണ്, ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഭയങ്കരമായിട്ടും കയർത്തിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് കലി വരികയാണെങ്കിൽ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട, എനിക്ക് അച്ഛൻ്റെ അനുവാദം മാത്രം മതി, ഇത് നിങ്ങളുടെ വീട് മാത്രമല്ല അച്ഛൻ്റെയും കൂടി വീടാണ്, അതുകൊണ്ട് എനിക്കിവിടെ താമസിപ്പിക്കുന്നതിൻ്റെ നിങ്ങളുടെ അനുവാദം വേണ്ട എന്നിങ്ങനെ സച്ചി തീർപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ആദി. ശ്രുതിക്കാണ് ആകെ ടെൻഷൻ. ഇനി ശ്രുതിയുടെ കൂടെയാണല്ലോ സ്വന്തം അമ്മയും താൻ പെറ്റ മകനും താമസിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കാലി പിടിച്ച് നിൽക്കുകയാണ്. ഇനി ശ്രുതിയുടെ മറുപടി എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.